എ.കെ. ആന്റണി വാർത്താസമ്മേളനം നടത്തി മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി എത്തിയത് ഗുണമോ ദോഷമോ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ ചർച്ചകൾ സജീവം. ശിവഗിരി മുത്തങ്ങ വിഷയങ്ങൾ ഉയർത്തിയുള്ള സർക്കാർ വിമർശനങ്ങൾ പഴകി തുരുമ്പിച്ച വാദങ്ങളാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എ.കെ. ആന്റണിക്ക് ആയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ നിയമസഭയിലെ പ്രതിപക്ഷ പ്രതിരോധം പോരാതെ വന്നതുകൊണ്ടാണ് ആന്റണിക്ക് രംഗത്ത് വരേണ്ടി വന്നതെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങൾ പ്രതിപക്ഷം ആയുധമാക്കിയപ്പോഴാണ് ശിവഗിരി മുത്തങ്ങ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടി പ്രതിരോധവുമായി സർക്കാർ എത്തിയത്. ഇതിന്റെ മൊനയൊടിക്കാനാണ് എ.കെ. ആന്റണി നേരിട്ട് രംഗത്ത് വന്നത്. ഇത് നേട്ടമായി എന്നാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ നിലപാട്. തങ്ങളുടെ കഴിവുകേടുകൾ, പിഴവുകള് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തവര്, അത് അംഗീകരിക്കാൻ കഴിയാത്തവര് മറ്റുള്ളവരിൽ ചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് ഈ പ്രശ്നം. അതിനുള്ള ചുട്ട മറുപടിയാണ് എ.കെ. ആന്റണി കൊടുത്തത്. തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സർക്കാരിന് പുതുതായി ഒന്നും പറയാനില്ലെന്ന സന്ദേശം ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലൂടെ നൽകാനായി എന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ തൊട്ട് മുമ്പ് 7-8 മാസം മുമ്പ് ഈ പഴയ ആയുധമെടുത്ത് തേച്ചു മിനുക്കി പറയാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലെ ഒരാളിന് ചേർന്നതാണോ എന്ന് അദ്ദേഹം ചോദിച്ചാൽ മതി. ഇന്നിപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരിൽ ജീവിച്ചിരിക്കുന്ന അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിനെക്കുറിച്ച് നടത്തിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞു. അതല്ലാതെ നിയമസഭയിൽ ആരും പ്രതിരോധിക്കാനില്ലാത്തതുകൊണ്ടല്ല. അദ്ദേഹത്തിനാണല്ലോ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിട്ട് അറിയാം. എ.കെ. നായനാർ സർക്കാർ കാലത്തെ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പോലീസ് നടപടികൾക്ക് ക്ലെയിം ചിറ്റ് നൽകിയതും ആന്റണിയിലൂടെ ഒരിക്കൽ കൂടി ചർച്ചയാക്കാനുമായി. ഇത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ അജണ്ട സെറ്റ് ചെയ്യുന്നതായും മാറി. അപ്പോഴും നിയമസഭയിലെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വേണ്ടത്ര ശോഭിക്കാനായില്ലെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അതിനാലാണ് 85-ാം വയസ്സിൽ സ്വയം പ്രതിരോധിക്കാൻ ആന്റണിക്ക് നേരിട്ട് രംഗത്ത് വരേണ്ടി വന്നതെന്നുമാണ് ഇവരുടെ വാദം. കഴിഞ്ഞ 21 വർഷമായി ആരും മറുപടി നൽകിയില്ലെന്ന പരാമർശവും നേതൃത്വത്തിനുള്ള ആന്റണിയുടെ കുത്തായി മാറി. മീഡിയ 1 തിരുവനന്തപുരം.